പശ്ചിമ ബംഗാൾ കത്തുകയാണ്. മമതാ ബാനർജി പറയുന്നത് വഖഫ് പശ്ചിമ ബംഗാളിൽ നടപ്പാക്കില്ല എന്നുള്ളത്. രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായ ഒരു ബില്ല് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ തമ്മി തല്ലിക്കുന്നത് എന്തിനാണ്? ഈ മമതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും അറിയാം, മമതയ്ക്ക് ഇത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ മറുകണ്ഠം ചാടുകയും ചെയ്യും. അത് മമതയുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും നിയമമായ സ്ഥിതിക്ക് മുഖ്യമന്ത്രി സാധാരണഗതി നമ്മൾ പിണറായി വിജയനും ഇങ്ങനെയൊക്കെയുള്ള ചില ആവേശങ്ങളുണ്ടാകും. അതെ അതെ. പക്ഷേ ഇപ്പം പുള്ളി അക്കാര്യത്തിലൊക്കെ പണി ഒരുപാട് കിട്ടിയപ്പോഴത്തേക്ക് അത് നിർത്തിയിട്ടുണ്ട് ഇപ്പം. അതുപോലെ മമതയെ സംബന്ധിച്ചിടത്തോളം മമത പല കാര്യങ്ങളും ഇത്തരത്തിൽ അവിടെ ഒരു അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഇവർ കുറേ പേരെ നിയമിച്ച അവസാനം കോടതി അവർക്ക് ശമ്പളം പോലും കൊടുക്കാതെ അധ്യാപക തസ്തികയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും മമത പറഞ്ഞത്, നിങ്ങളാരും പിരിഞ്ഞു പോകണ്ട, നിങ്ങൾ ജോലി ചെയ്യൂ, ഞാൻ കൂടെയുണ്ട് എന്ന രീതിയിൽ. ഇത് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് മമത എപ്പോഴും സംസാരിക്കാറുള്ളത്. ഒരിക്കലും അങ്ങനെ അധ്യാപകരെ ആ കോടതി വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിരിഞ്ഞു പോവുക തന്നെ വേണം. അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാമായിരിക്കാം. അതെപ്പോഴും മമതയുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. വഖഫ് ഭേദഗതി ബിൽ ബംഗാളിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ചാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ലെന്നും മമത പറഞ്ഞു. മമതയ്ക്ക് തന്നെ അറിയാം ഇത് വെറുതെ പറയുന്ന ഒരു ഇതാണ്, അല്ലാതെ ഇത് മമതയെ കൊണ്ട് സാധിക്കില്ലെന്നും അറിയാം. അതായത് മുർഷിദാബാദ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു മമത ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഓർക്കുക, പലരും എതിർക്കുന്ന നിയമം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, കേന്ദ്ര സർക്കാരാണ് അതിന് ഉത്തരവാദി. വഖഫ് ഭേദഗതി ബില്ലിൽ TMC നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, പശ്ചിമ ബംഗാളിൽ ഇത് നടപ്പാക്കില്ല എന്നാണ് വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. ഇത് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം ഇത് ഇത്രയധികം രണ്ട് സഭകളിലും ഒക്കെ ഇത് എടുത്തതിന് ശേഷമാണല്ലോ ഇത് നിയമമാകുന്നത്. വഖഫ് ഭേദഗതി ബില്ലിൻ്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളെ ശക്തമായി സർക്കാർ നേരിടുമെന്നും ചില രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നേട്ടത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും മമത പറഞ്ഞു. അതായത് ഈ വഖഫ് ഭൂമി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഇപ്പോൾ വഖഫിൻ്റെ ഒരാൾ ധന്യയുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് വന്നിട്ട് വഖഫ് ഭൂമിയാണിത്, ധന്യയുടെ വീടും പുരയിടവും നിൽക്കുന്നത് വഖഫ് ഭൂമിയാണ്, ഈ വഖഫ് ഭൂമി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ എടുക്കുകയാണെന്ന് പറയുന്നതിരിക്കട്ടെ. സ്വാഭാവികമായിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ഒരാൾ പറയും, ധന്യയുടെ വീട്ടിൽ വന്ന് ഒരാൾ പറയുന്നത്, ഉദാഹരണം ഞാനാന്ന് വെച്ചോ, ഞാൻ ധന്യയുടെ വീട്ടിൽ എന്ന് പറയുന്നത്, ധന്യ നിങ്ങൾ താമസിക്കുന്ന വീടും പുരയിടവും എൻ്റെതാണ്, ഇതെനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നമ്മളതിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ വിട്ടുകൊടുക്കും? അത് തന്നെ, അതുമായിട്ട് എന്ത് ചെയ്യും? കോടതിയിൽ പോകും. പക്ഷെ വഖഫിൽ അങ്ങനെ കോടതി പോകാൻ പറ്റില്ല. അതാണ് വഖഫിൻ്റെ കോടതിയിൽ, അല്ലാതെ നമുക്ക് സുപ്രീം കോടതിയിൽ പോലും പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ വഖഫിൻ്റെ അവരുടെ ട്രിബ്യൂണലിലാണ് പോകുന്നത്. അപ്പോൾ വഖഫിൻ്റെ ട്രിബ്യൂണലിൽ വഖഫ് പറഞ്ഞതല്ലേ നടപ്പാക്കത്തുള്ളൂ. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ കോർപ്പറേഷൻ അടക്കം ഇത് വിട്ടുകൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി പോലും വഖഫിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഈ സർക്കാർ ഇത്തരത്തിൽ അതിൻ്റെ ഭേദഗതികൾ വരുത്തിയത്. പക്ഷേ അത് കൃത്യമായി അറിയാവുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും ഒന്നും മിണ്ടുന്നില്ല. നമുക്കറിയാം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭൂമി സൈന്യത്തിനാണ്, രണ്ടാമത് റെയിൽവേക്കാണ്, മൂന്നാമത് വഖഫിനാണ്. അപ്പോൾ മൂന്നാം സ്ഥാനമാണ് വഖഫിന് ഭൂമിയുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ചില വ്യക്തികൾക്ക് ബുദ്ധിമുട്ട്, അതല്ല ഈ മുനമ്പവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്, വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതികളാണ് ഇതിൽ വരുത്തുന്നത്. പക്ഷേ ഇതിൽ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയായ രീതിയിൽ. അതാണ് മമത ഇവിടെ പറയുന്നത്. കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ ആരെങ്കിലും കലാപവുമായി വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മമത പറയുന്നു. അപ്പോൾ നിയമത്തെ രണ്ട് വിധത്തിലാണ് മമത വ്യാഖ്യാനിക്കുന്നത്. കോടതി ഒരു വിധി പറഞ്ഞാൽ അതിനെ എതിർക്കും, അതേസമയം ഇത് കലാപത്തിന് പ്രേരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മമത തന്നെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും ഒരക്രമത്തെയും അംഗീകരിക്കുന്നില്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് മമത പറയുന്നത്. അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങരുത്. മതമെന്നാൽ മനുഷ്യത്വം, സൽസ്വഭാവം, നാഗരികത, ഐക്യം എന്നിവയാണെന്ന് ഞാൻ കരുതുന്നു. സമാധാനവും ഐക്യവും നിലനിർത്താൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും മമത തന്നെയാണ് പറയുന്നത്. ഈ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന മമത തന്നെയാണ് ഇത് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഏതായാലും മുർഷിദാബാദിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ മമത മൗനം പാലിക്കുന്നുവെന്ന് BJP ഒക്കെ രംഗത്ത് വന്നിരുന്നത് ഇത് പറഞ്ഞുകൊണ്ട്. മമതയുടെ മൗനം ഭയപ്പെടുത്തുന്നുവെന്നും സർക്കാർ ഇത്തരം നിയമലംഘനങ്ങളെ അനുവദിക്കുകയും പ്രേരിപ്പിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുവെന്നും സുവേന്ദു അധികാരി, അതായത് BJPയുടെ
അപ്പം ആ രീതിയിൽ പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്ക് കുറച്ച് വോട്ട് കിട്ടണം, കുറേ ആൾക്കാരെ കൂടെ നിർത്തണം, കുറേ വീരവാദം മുഴക്കണം. ഇതിനപ്പുറം മമതയ്ക്ക് യാതൊരു ലക്ഷ്യങ്ങളുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണിയൊക്കെ വന്നപ്പോൾ മമതയുടെ നിലപാടുകൾ നമ്മൾ പലപ്പോഴും കണ്ടതാണല്ലോ. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മമത ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അധ്യാപക തസ്തികയിലേക്ക് ജോലിക്കെടുക്കുകയും പിന്നീട് കോടതി ഇത് അയോഗ്യരായി ഇത് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എത്ര പേരുടെ ഭാവിയാണ് പോയത്, എത്ര മാസത്തെ ശമ്പളമാണ് അവർക്ക് കുടിശ്ശികയുള്ളത്. എന്നിട്ട് മമത പറയാം, നിങ്ങൾ ജോലിയിൽ തുടരുക, നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്. ഒപ്പം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പൈസ ആര് കൊടുക്കും? അപ്പോൾ ഈ മമതയുടെ നിലപാടുകൾ എപ്പോഴും ഇത്തരത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് ഉപകാരത്തിന് പകരം ഉപദ്രവമായി മാറുകയാണ്. മമതയെ കൊണ്ട് പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ കലാപത്തിൽ നിന്ന് പിന്മാറ്റാൻ കഴിയില്ല എന്ന് കോടതിക്ക് വരെ മനസ്സിലായതുകൊണ്ടാണ് ഹൈക്കോടതി മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്നുള്ള ഉത്തരവ് നടപ്പിലാക്കിക്കൊണ്ട് ഹൈക്കോടതി വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മമതയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായ ഒരു സംവിധാനത്തെ അങ്ങനെ അല്ല, അതൊരിക്കലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര നാളെ പിടിച്ചു നിൽക്കാനും എത്ര നാള് വോട്ട് വാങ്ങാനും കഴിയുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അമിത്ഷാ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂർ സമയം തരും, എല്ലാം ശാന്തമാക്കിയില്ലെങ്കിൽ പിന്നീടുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന രീതിയിൽ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് ജനങ്ങളുടെ ഉന്നമനത്തിനും, ഇപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഒരു ദുർഭൂതമാണ്, തുറന്നു വിട്ടു കഴിഞ്ഞാൽ എല്ലാം കൈക്കുള്ളിലാക്കുന്ന ഒരു ദുർഭൂതം. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 2047 കൂടി ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനാണ്. ഈ എല്ലാവരുടെ സ്വത്തും ഇങ്ങനെ, അപ്പൊ പിന്നെ എല്ലാം വഖഫിൻ്റെതായി എന്ന് പറയുമ്പം ഒരു പ്രത്യേക വിഭാഗത്തിന് ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കുക എന്നുള്ള ഇവരുടെ പിന്നെ പ്ലാനിങ് ഏകദേശം പൂർത്തിയാവും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ വഖഫിനെതിരെ കുറെ ആളുകളെ ഇറക്കി വിട്ടുകൊണ്ട് കലാപം ഉണ്ടാക്കി ആളുകളെ കൊന്ന് ഇപ്പൊ 118 പേരെ കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരോ 4 പേരോ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു അച്ഛനെയും മകനെയും വീട്ടിന്റെ അകത്ത് കയറി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോ ഇതിലൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത രീതിയിൽ പശ്ചിമ ബംഗാളിൽ ഒരു സർക്കാർ ഉണ്ടോ എന്ന് പോലും ചോദിക്കേണ്ട അവസ്ഥ. ഇപ്പൊ കേന്ദ്ര സേനയൊക്കെ ഇറങ്ങണമെങ്കിൽ അവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിനോ കഴിവില്ല എന്നുള്ളതല്ലേ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ പശ്ചിമ ബംഗാൾ കലാപത്തിന്റെ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും മമത പറയുകയാണ് ഇത് നടപ്പിലാക്കില്ല എന്ന്. ആരെ തെറ്റിദ്ധരിപ്പിക്കാനും ആരെ വിശ്വസിപ്പിക്കാനുമാണ് നിയമമായ ഒരു സംവിധാനത്തെ അങ്ങനെ അല്ല എന്ന് മമത പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതായത് സമാധാനപരമായി പ്രതിഷേധിച്ചോളൂ, പക്ഷേ നിയമം കയ്യിലെടുക്കരുത്, കെണിയിൽ വീഴുന്നുള്ള മുന്നറിയിപ്പുമായാണ് മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്, പിന്നെ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, എന്തിനാണ് കലാപങ്ങൾ, എന്തിനാണ് അശാന്തി? അതായത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം മുർഷിദാബാദിന് പിന്നാലെ പശ്ചിമ ബംഗാളിലെ മറ്റു പ്രദേശങ്ങളിലും വ്യാപിച്ചതിന് പിന്നാലെ ആണ് സമാധാനത്തിന് ആഹ്വാനവുമായി മമത രംഗത്തെത്തിയിരിക്കുന്നത്. മതവിരുദ്ധ കളികൾ കളിക്കരുതെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുമ്പോഴും നിയമം കയ്യിലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മമതാ ബാനർജി പറഞ്ഞു. അപ്പം നിയമം കയ്യിലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മമത തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള മമതയുടെ ഏറ്റവും വലിയ ശാപം.